ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കൃതികയുടെ പെടലിക്ക് വയ്ക്കാം. ചിക്കനും കഴിക്കാം, ഇവിടെ അടിപിടിയും കാണാം. അതെ, നല്ല ആഹാരമൊക്കെ കഴിച്ചു വളർന്ന കൊച്ചാ അത്. അല്ലാതെ നിങ്ങളെ പോലെ വാഴപ്പിണ്ടിയും ചക്കമടലൊന്നും തിന്ന് വളർന്ന കൊച്ചല്ല. ഇതണ്ടേ, വേഗം ചിക്കൻ ഉണ്ടാക്ക്. കൊച്ചമ്മണി ഞാൻ ശരിയാക്കി കൊടുത്തോളാം. രുക്മിണി ഫോൺ വയ്ക്കേ. എന്താ അമ്മേ പ്രശ്നം? കാശിറക്കി അവൾ ആളാവുന്നേ. അതിന് ഞാൻ മറുമരുന്ന് കണ്ടിട്ടുണ്ട്. എന്ത് മറുമരുന്ന്? നീ കണ്ടോടാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. ഈ അംബികയോടാ അവളുടെ കളി. അവളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്താ അത് വല്യമ്മാവന് ഇഷ്ടപ്പെടുവമ്മേ. എന്തായാലും മകളല്ലേ. അവന് മകളെക്കാളും മറ്റെന്തിനേക്കാളും വലുതാണ് അവന്റെ ഈ ചേച്ചി. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ദേവീ വിഗ്രഹമായി ഞാൻ എന്നെ അങ്ങ് ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് മകളെ പോലും അവനൊരു വെളിപ്പാടകലെ അങ്ങ് അകറ്റി നിർത്തിയിരിക്കുന്നത്. ഇത് വല്ലതും നിനക്കറിയൂടാ? ഇതെല്ലാം എനിക്കറിയാം. ഞാൻ പറയുന്നത് വല്യമ്മാവനൊരു മുഷിച്ചിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. സൂക്ഷിച്ചും കണ്ടും തന്നെയാ ഞാൻ എല്ലാം ചെയ്യുന്നേ. നിന്റെ അഡ്വൈസേ എനിക്ക് വേണ്ട. പ്രതാപന്റെ മനഃശാസ്ത്രേ എനിക്കല്ലേ അറിയൂ. അംബിക വർമ്മ മനഃശാസ്ത്രമാണെന്ന കാര്യം ഞാനങ്ങ് വിട്ടുപോയി. മതിയടാ കളിയാക്കിയത്. അവൻ വരുന്നു തോന്നുന്നു. ഞാൻ എങ്ങനെയാ സൈക്കോളജിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കേ. രാജു ഇന്ന് ഇവിടെ വന്നിരുന്നു ചേച്ചി? വന്നിരുന്നു. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നീ ജോലിക്കൊന്നും ഹാജരാവണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു. അങ്ങനെ അവൻ തിരികെ പോയി. അല്ല, അവൻ ഓഫീസിലേക്ക് വന്നോ? ഇല്ല, അവന് ജോലിയോടുള്ള ആത്മാർത്ഥതയെ. പ്രതാപ, അതെ, ഒരു കാര്യം കൂടി പറയാനാ ഞാൻ നിന്നെ കാത്തുനിന്നേ. എന്താ ചേച്ചി? ഞാൻ പ്രസവിച്ചില്ലാന്നേ ഉള്ളൂ. ഞാൻ വളർത്തിയത് അവളെ. അതുകൊണ്ട് അവളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാ. നീ തെറ്റിദ്ധരിക്കരുത്. കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ചേച്ചി. മറ്റൊന്നുമല്ല, ഋതികയുടെ ബാങ്ക് അക്കൗണ്ടേ ഞാനൊന്ന് ഫ്രീസ് ചെയ്യിപ്പിച്ചു. എന്താ പ്രതാപ, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അത് മോശമായി ചേച്ചി. കല്യാണം കഴിപ്പിച്ച് വിട്ടോടനെ അത് ചെയ്ത് ഒട്ടും ശരിയായില്ല. ഞാനെങ്ങനെ ചെയ്തതിൽ ഒത്തിരി കാരണങ്ങളുണ്ട് പ്രതാപ. 100% അതവളുടെ ഭാവിക്ക് വേണ്ടിയാ. എന്തായാലും അതിന്റെ ആവശ്യം തൽക്കാലം ഉണ്ടായിരുന്നില്ല. എന്തേലും ഒരു ആവശ്യം അവൾക്ക് നേരിട്ട അവൾക്ക് രാജുവിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ? അവളുടെ അക്കൗണ്ട് നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന കാര്യം രാജു അറിഞ്ഞ നമുക്കല്ലേ ചേച്ചി നാണക്കേട്? അവള് ഒന്നുമില്ലാത്തവളൊന്നുമല്ലല്ലോ. ഈ കാണുന്ന സ്വത്തും സൂര്യമംഗലത്തെ സ്വത്തൊക്കെ അവൾക്കുള്ളതല്ലേ? കോടീശ്വരി അവള്. ഇപ്പോ സ്വന്തം മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്യണമെങ്കിൽ അവൾ എന്ത് ചെയ്യും? നമുക്ക് നാണക്കേടയച്ചി. അതിലുപരി അവള് വിഷമിക്കുകയും ചെയ്യും. അത് ശരി, അവള് വിഷമിക്കുന്നതൊക്കെ ഇപ്പൊ നിനക്ക് പ്രശ്നമാണല്ലേ? ഞാൻ ശരിയാക്കി തരാം. ഋതുമോളുടെ സ്വഭാവമേ ശരിക്കും നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. വലിയ ധാരാളിയാ അവള്. രാജുവിന്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കണ്ട് അവള് വാരിക്കോരി പണം ചെലവാക്കും. ചെലവാക്കട്ടെ ചേച്ചി, അവൾ സമ്പത്തുള്ളവളല്ലേ. കടം മേടിച്ചല്ലോ ചെലവാക്കുന്നേ. നിനക്ക് കാര്യം മനസ്സിലാവുന്നില്ല. പണം വാരിക്കോരി ചെലവാക്കിയല്ല മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കേണ്ടത്.
അത് നല്ല പെരുമാറ്റം കൊണ്ടും സ്വഭാവ മഹിമ കൊണ്ടുവാ. ഋതിക അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സില് ഒരു മഹാലക്ഷ്മിയെ പോലെ ആവണ്ടേ? അതിനിപ്പോ അവിടെ എന്താ ചേച്ചി പ്രശ്നം? രാജുവിന്റെ വീട്ടിലെ എല്ലാവർക്കും ഋതിക ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷേ ഋതികയുടെ കയ്യില് പണം ഇല്ലാതിരിക്കുന്നതാ തൽക്കാലം നല്ലത്. അവളൊരു കുടുംബജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആരംഭത്തിലെ തന്നെ പരുക്ക് പറ്റരുത്. എന്റെയും മകളല്ലേ അവള്. ചേച്ചി ഒരു കാര്യം ചെയ്യുമ്പോ അതിലൊരു നന്മ ഉണ്ടായിരിക്കുമല്ലോ. എന്നാ പിന്നെ അങ്ങനെ അവിടെ ഇപ്പൊ മനസ്സിലായോടാ? ഇങ്ങനെയാ ഈ പൊട്ടനെ കൈകാര്യം ചെയ്യേണ്ടത്. ആ, എന്റെ അമ്മയൊരു സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാ. വല്ലാത്തൊരു മനഃശാസ്ത്രം. തള്ള കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട്. ഇന്ന് വെജിറ്റേറിയൻ ആണെന്ന് അറിഞ്ഞ കിളവി ഈ വീട് പൊളിച്ചെടുക്കും. ഇവർക്ക് ഈ വേഷമൊക്കെ ഒന്ന് മാറി വല്ല സാരിയോ നൈറ്റും ഇട്ട് നടന്നൂടെ? വെറുതെ മറ്റുള്ളവരെ കൊണ്ടുവരുന്നു പറയിപ്പിക്കാൻ. ഇവരെ കണ്ടാലേ സർക്കസ് കൂടാരത്തിലെ കോമാളിയെ പോലെ തോന്നും. എന്ത് അവതാരം അല്ലേ? ഇന്നെന്താ ചപ്പാത്തിക്ക് കറി? പയറേറി. പയറുകറിയും കഞ്ഞിയും വിളമ്പോ ഇതെന്താ പള്ളിക്കൂടോ? എനിക്ക് പയറുകറിയും പരിപ്പൊന്നും പറ്റത്തില്ല. ഇവിടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് അങ്ങോട്ട് കറി വയ്ക്കും. ഇത് കൃതികയുടെ പെടലിക്ക് വയ്ക്കാം. ചിക്കനും കഴിക്കാം, ഇവിടെ അടിപിടിയും കാണാം. അതെ, നല്ല ആഹാരമൊക്കെ കഴിച്ചു വളർന്ന കൊച്ചാ അത്. അല്ലാതെ നിങ്ങളെ പോലെ വാഴപ്പിണ്ടിയും ചക്കമടലൊന്നും തിന്ന് വളർന്ന കൊച്ചല്ല. ഇതണ്ടേ, വേഗം ചിക്കൻ ഉണ്ടാക്ക്. അവൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്റെ അമ്മായിയമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. ഇവള് ഭയങ്കര കേട്ടോ. ഭയങ്കരയായതുകൊണ്ടാണല്ലോ ഓടും പൊളിച്ച് വന്ന് ഇറങ്ങിയത്. രാധമ്മേ, ഞാനുകൂടി സഹായിക്കട്ടെ. ഞാനിതൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല. എത്ര പ്രാവശ്യം കിച്ചണിൽ ചെന്നാലും ഇതൊന്നും ചെയ്യാൻ യാമിനി ചെറിമ സമ്മതിക്കില്ല. അകലേ നോവിനാലേ